ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്ക്കാൻ പോകുന്നത് ഒരു എലാസ്റ്റിക് വേസ്റ്റ് മാക്സി ഡ്രസ്സാണ്. ഇത് മാക്സി നൈറ്റൊക്കെ തയ്ക്കുന്നത് പോലെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റിയൊരു ഡ്രസ്സാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്ന് കാണാം. ഇത് 10 വയസ്സുള്ള കുട്ടിക്കാണ് തയ്ക്കുന്നത്. അപ്പോൾ ഞാൻ 1.5 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല നീളവും വീതിയും ഒരുപോലെയുള്ള തുണിയാണ്. സാധാരണ നമ്മളിതാ 4ആയി മടക്കി എടുത്തിട്ടുണ്ട്. സാധാരണ മാക്സി ചുരിദാറിനൊക്കെ മടക്കി വെക്കുന്നത് പോലെ 4ആയി മടക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ നീളവും വീതിയൊക്കെ മാർക്ക് ചെയ്തിടുകയാണ്. എനിക്ക് നീളം 42 ആണ് വേണ്ടത്, അതും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ വെടുത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്ത് അളന്നെടുക്കാം. എത്രയാണോ കഴുത്ത് വേണ്ടത് അതിനനുസരിച്ച് അളന്നെടുത്താൽ മതി. ആം ഹോളും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വിടുത്ത് എത്രയാണോ വേണ്ടത് അതും കൂടി മാർക്ക് ചെയ്തെടുക്കാം. ആം ഹോളൊന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം. അതുപോലെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും മാർക്ക് ചെയ്തെടുക്കാം. ഇതിൽ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അതുപോലെ താഴോട്ടേക്ക് ഒരു 1.5 ഇഞ്ച് ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡറിലോട്ട് ഒരു 1/2 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നൊന്നുമില്ല. ആം ഹോളിൻ്റെ അടുത്തുനിന്ന് നേരെ താഴോട്ടേക്ക് ലെങ്ത്തിൻ്റെ അവിടം വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണോ മാക്സി കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ സെയിം ആയിട്ട് തന്നെയാണ് വരയ്ക്കുന്നതും കട്ട് ചെയ്യുന്നതും. ആദ്യം ബാക്ക് നെക്ക് മാത്രം കട്ട് ചെയ്ത് എടുക്കാം. ഫ്രണ്ട് നെക്ക് ഒരു പീസാക്കി വേണം കട്ട് ചെയ്യാൻ. ഷോൾഡറും ബാക്കി ഭാഗവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസ് മാത്രം എടുത്ത് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. 1.5 ഇഞ്ച് താഴോട്ടേക്ക് ഒരു കട്ട് കൊടുക്കാം. ആദ്യം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത ഭാഗം ഒന്ന് വേറൊരു തുണി വെച്ച് തയ്ച്ച് മടക്കിയിടാം. ഇനി നമുക്ക് കഴുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസാണ് ആവശ്യം. കഴുത്തിനും കൂടെ തന്നെ ഒരു ഡോറി പോലെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പീസസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഹുക്ക് വെക്കാൻ വേണ്ടി തയ്ക്കുന്ന പോലെയാണ് ഇത് തയ്ക്കുന്നത്. ഇത് തയ്ച്ചതിന് ശേഷം മറിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു പ്രസ് ചെയ്ത് ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇനി 2 ഷോൾഡറും കൂടി കൂട്ടി തയ്ച്ചു കൊടുക്കാം. ഇനി നെക്കിന് വെക്കേണ്ട ക്രോസ് പീസസ് ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ക്രോസ് പീസ് കട്ട് ചെയ്തത് 1.5 ഇഞ്ച് വീതിയിലും കഴുത്തിൻ്റെ അളവിൽ നീളവും അതിൻ്റെ കൂടെ ഒരു 15 ഇഞ്ച് കൂടുതലായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക എത്ര കഴുത്തിന് ആവശ്യമുണ്ടെന്ന്. അതുപോലെ വള്ളിയും കൂടി ഡോറി കൂടി നോക്കുക വേണ്ട ആവശ്യത്തിനുള്ളത്. ഞാനിപ്പോൾ ഒരു 6-7 ഇഞ്ച് വരുന്ന അത് എടുത്തിട്ടുണ്ട്. അത് ബാക്കി വെച്ചിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാം.
തയ്ച്ചെടുക്കുന്നത്. ഇനി ഒരറ്റത്ത് നിന്ന് സെയിം നമ്മൾ നാട തയ്ക്കുന്ന രീതിയിൽ തയ്ച്ച് മുഴുവനാക്കാം. നമുക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് തയ്ച്ചെടുക്കാം. വേസ്റ്റിനനുസരിച്ച് എലാസ്റ്റിക് എത്ര വേണമെന്ന് നോക്കാം, അതിനനുസരിച്ച് എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിലും ബാക്കിലും കൂടിയുള്ളത് അളന്നെടുക്കണം. ഷോൾഡറിൽ നിന്ന് താഴോട്ട് വേസ്റ്റ് ഇതാ 14.5 കിട്ടിയിട്ടുള്ളത്. 14.5 ഫ്രണ്ടിലും ബാക്കിലും വരച്ച് എടുക്കാം. ഇലാസ്റ്റിക് നമുക്ക് ഇതിലേക്ക് തയ്ച്ച് പിടിപ്പിക്കാം. ഇലാസ്റ്റിക് നേരെ പകുതി മടക്കി പകുതിയിൽ നിന്ന് ഒരു ചെറിയൊരു മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു പീസിൻ്റെ നടുവിലായി ആദ്യം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് സൈഡും നമുക്ക് കറക്റ്റായിട്ട് ഇലാസ്റ്റിക്കും തയ്ക്കാനും എളുപ്പമാവും.
വലിച്ചു പിടിക്കാതെ എലാസ്റ്റിക് ചെറുതായി അധികം വലിക്കാതെ ചെറുതായി വലിച്ച് നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാം. മാർക്ക് ചെയ്തെടുത്ത ഭാഗത്ത് കൂടി തന്നെ തയ്ച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു സൈഡ് തയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം നമുക്ക്. അതിനുവേണ്ടി തുണി കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 12 ഇഞ്ച് തുണിയുണ്ട്. അപ്പോൾ ഇതിനെ നേരെ മടക്കാം. അടിഭാഗത്ത് എത്ര ഇഞ്ചാണോ ഉള്ളത്, ഞാനിപ്പോൾ 32 ഇഞ്ചാണ് മൊത്തത്തിൽ ഉള്ളത്. അപ്പോൾ 32 ഇഞ്ചാകുമ്പോൾ 64 ഇഞ്ച് തുണി നമുക്കിതിന് ഫ്രിൽസ് ഇടാൻ ആവശ്യമാണ്. മെഷീനിൽ വലിയ സ്റ്റിച്ചാക്കി ഒരു സൈഡ് കംപ്ലീറ്റ് 6 ഇഞ്ച് താഴത്തേക്ക് തയ്ച്ച് ഇതുപോലെ ഒരു നൂല് പിടിച്ച് വലിച്ച് ഫ്രിൽസാക്കി എടുക്കാം. വലിയ സ്റ്റിച്ചാക്കി തയ്ച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വലിച്ചെടുക്കാൻ എളുപ്പത്തിൽ കഴിയും. ഫ്രിൽസ് കംപ്ലീറ്റ് നമുക്ക് ഇതിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം. സാവധാനം കറക്റ്റായി വെച്ച് മെല്ലെ മെല്ലെ തയ്ച്ചെടുക്കാം. കംപ്ലീറ്റ് ഫ്രിൽസ് തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി ഒരു തയ്യൽ കൊടുക്കണം. അടിഭാഗം 1/2 ഇഞ്ചോ 1 ഇഞ്ചോ വീതിയിൽ തയ്ച്ചെടുക്കാം. ലേസ് വെച്ച് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അടിവശം കംപ്ലീറ്റ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് കൂടി നമുക്ക് മൊത്തത്തിൽ തയ്ച്ചെടുക്കാം. കൈക്കുഴി മുതൽ താഴ്ഭാഗം വരെ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ വീതിയിൽ തയ്ച്ചെടുക്കാം.